നമ്മളെ എക്സലിൽ നമ്മൾ ഒരു മാർക്ക് ലിസ്റ്റ് പേഴ്സൻറ്റേജ് ഗ്രേഡ് ഒക്കെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഗ്രേഡ് കണ്ടിട്ടില്ല, ടോട്ടൽ പേഴ്സൻറ്റേജ് ആണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഗ്രേഡ് കാണുന്നതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഞാൻ മാർക്കിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാ ഗ്രേഡും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എക്സലിൽ ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് ടേബിൾ വരച്ചു. അതിൽ റക്കമോ നമ്പർ സീരിയൽ നമ്പർ 1 2 3 4 5 5 കുട്ടികളുടെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 2 3 4 5 എന്ന് ടൈപ്പ് ചെയ്യണ്ട, 1 2 ടൈപ്പ് ചെയ്തിട്ട് 1 2 കൂടി കൂട്ടിപ്പിടിച്ചിട്ട് താഴോട്ട് വലിച്ചാൽ മതി. അങ്ങനെയാണ് അത് അടിക്കേണ്ടത്. അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ 1 എന്നടിച്ചു, ഇവിടെ 2 എന്നടിച്ചു. എന്നിട്ട് 1ഉം 2ഉം കൂടി ചേർത്തിട്ട് ഇവിടെ ഒരു ഏരോ കാണും, കണ്ടോ? അതിനെ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ 5 കിട്ടും. 5 വരെ കിട്ടും. എത്രയാണോ വേണ്ടത് അത്രയും കിട്ടും. ഇവിടെ നമ്മൾ പേരടിച്ചു കുട്ടികളിൽ റഷീദ്, ഉമ്മുക്കുൽസും, സൈനബു, ഫിദ, ഹുസൈൻ. അവർക്ക് കിട്ടിയ മാർക്കുകൾ നമ്മൾ ഇവിടെ അടിച്ചു. അതിൻ്റെ മജ്മുവാണ് ഓരോരുത്തരുടെയും ഈ ചുവന്നതിൽ കാണുന്നത്. അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ഇപ്പുറത്ത് കാണുന്നത്. അതാണ് അലാമാത്തു ഫിൽ മിഅ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നമ്മൾ, അതായത് ഈ D3 എന്ന് പറയുന്ന സെല്ലിൽ, ഈ സെല്ല് ഈ 91.2 എന്ന് കിടക്കുന്നത് D3 എന്ന് പറയുന്ന സെല്ലിലാണ്. അത് സെൽ അഡ്രസ് എന്നാണ് അതിന് പറയുന്നത്. ഇവിടെ കണ്ടോ? ഇവിടെ കാണുന്നത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇവിടെ കാണും, കണ്ടോ? D3 എന്നാണ് ആ സെല്ലിൻ്റെ പേര്. സെൽ അഡ്രസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ D3യിലുള്ള മാർക്ക് കമാൻഡ് ഒന്ന് മനസ്സിലാക്കണം. കമാൻഡ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളറിൽ കേട്ടോ. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ D3യിൽ വരുന്ന ഡിജിറ്റ് 90ഉം അതിൽ കൂടുതലുമായിരുന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് A എന്ന് കാണിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ഒരു മിനിറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഞാൻ ഈ കമൻ്റ് എഴുതിയൊന്ന് വായിക്കുക. ഇവിടെ നോക്കൂ. ഇഫ് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ടേക്കണം കേട്ടോ. ഇഫ് കമാൻഡ് എന്നാണ് അതിന് പറയുക. ഇഫ് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ടേക്കണം. ഇഫ് ബ്രാക്കറ്റ് D3. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ D3 എന്ന് പറയുന്ന സെല്ലിൽ വരുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്ന് വെച്ചാൽ കൂടുതലോ സമമോ ആണെങ്കിൽ 90, 90. അതായത് 90ഓ അതിൽ കൂടുതലോ, അതാണ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. 90ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഇപ്പുറത്തെ കോളത്തിൽ, അതായത് B3 എന്ന് പറയുന്ന സ്ഥലത്ത് A എന്ന് വരണം. A എന്ന് വരണം. ഇനി അടുത്ത കമാൻഡ് ഇഫ് ബ്രാക്കറ്റ് D3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 80. 80ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ B എന്ന് വരണം. അതുപോലെ D3യിൽ വരുന്നത് 70ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ C എന്ന് വരണം. അതുപോലെ 60ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ D എന്ന് വന്നേക്കണം. എന്നിട്ട് കോമ ഇട്ടേക്കണം. അല്ലാത്തതെല്ലാം ഫെയിൽഡ് എന്ന് വന്നേക്കണം. ഇതാണ് കമൻറ്റ്. ഓക്കെ, ഒന്നുകൂടി. ഇവിടെ നമ്മൾ കണ്ടോ, ഇവിടെ ഞാൻ അടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഗ്രേഡ് കാണാൻ വേണ്ടി. ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ. കണ്ടോ? ഇഫ് സമം അടിക്കണം ആദ്യം തന്നെ. സമം ഇഫ്, ഈ കഴ്സർ അനങ്ങണം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. സമം ആദ്യം കീബോർഡിൽ അടിക്കണം, എവിടെയാണോ വരേണ്ടത് അവിടെ. എന്നിട്ട് ഈ കമൻറ്റ് വായിച്ച് അർത്ഥം മനസ്സിലാക്കുക. ഇഫ് D3 എന്ന് പറയുന്ന സെല്ലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ കൂടുതലാണെങ്കിൽ ഓർ ഈക്വൽ അല്ലെങ്കിൽ സമമാണെങ്കിൽ 90ഓ 90യേക്കാൾ കൂടുതലോ ആണെങ്കിൽ ഇൻവെർട്ടഡ് കോമയിൽ A എന്ന് കൊടുത്തിട്ടുണ്ട്. A എന്ന് വരണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഈ അർത്ഥം മനസ്സിലായാൽ ബാക്കിയുള്ളതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇഫ് D3, ഇനി D3 എന്ന സെല്ല് ഗ്രേറ്റർ ദാൻ 80യോ അല്ലെങ്കിൽ അവിടെ സമം വിട്ടുപോയതാണ്, സമം 80 ആണെങ്കിൽ ബി എന്ന് വരണം. അതുപോലെ D3 എന്ന് പറയുന്ന സെല്ല് 70ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ സി എന്ന് വരണം. D3യിലെ ഡിജിറ്റ് 60ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഡി എന്ന് വരണം, കോമ. അല്ലെങ്കിൽ ഫെയിൽഡ് എന്ന് വരണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഫെയിൽഡ് എന്ന് വന്നേക്കണ. കാരണം എന്താണ്? ഇവിടെ 38 ഉള്ളൂ, അതായത് 60ഉം ഇല്ല, അതിൻ്റെ മേലെ ഇല്ല, 60ൻ്റെ താഴെയാണ്. അതുകൊണ്ടാണ് 38.4 ഇവിടെ ഫെയിൽഡ് എന്ന് കാണിച്ചത്. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സമം എന്നുള്ളത് മാത്രമാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് കേട്ടോ. സമം അത് വിട്ടുപോയതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പം ഇത് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരെണ്ണത്തിൽ അങ്ങനെ വന്നാൽ മതി, ഇതൊന്നും വരണമെന്നില്ല. ഇപ്പം നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റഷീദ് എന്ന് പറയുന്ന ആൾക്ക് 91 കിട്ടില്ല, അതായത് 90ഓ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ എ എന്ന് വരണം. അപ്പോൾ അവിടെ ബാക്കിയുള്ളവർക്ക് അത് ബാധകമാക്കണം. അതാണ് ഈ കണ്ടത്. ഇപ്പോൾ ഇവിടെ എങ്ങനെ സി വന്നത്? ഇയാൾക്ക് 70ഓ അതിൽ കൂടുതലോ ഉണ്ട്. ഇയാൾക്ക് എങ്ങനെ ഡി വന്നു? 60ഓ അതിൽ കൂടുതലോ ഉണ്ട്. മനസ്സിലായില്ലേ? 60 താഴെ ഉള്ളൂ, 60 ഉള്ളൂ, അപ്പോൾ അയാൾക്ക് ഡി വന്നു. ഇനി 38 ഉള്ളൂ, അപ്പോൾ ഫെയിൽഡായി. ഇങ്ങനെയാണ് ഗ്രേഡ് കാണുന്നത്. പ്ലീസ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കണ്ടേ? അതിന് ഇവിടെ കഴ്സർ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസർട്ടിൽ പോയിട്ട് ഇൻസർട്ട് റോ എബവ്, മുകളിൽ ഒരു റോ കൂട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പറയുന്നത് പോലെയാണ് കമ്പ്യൂട്ടർ ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ഇത്രയും സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് മെർജ് ചെയ്യുക, എല്ലാം കൂടി ഒന്നാക്കി. എന്നിട്ട് അതിൽ നമ്മൾ അടിക്കുകയാണ് എന്തെന്ന്? മാർക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്. മാർക്ക് ക്യാപിറ്റൽ അടിക്കുക, മാർക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് എന്ന് അടിച്ചു. അതെങ്ങനെ എടുക്കാമെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ അതിനെ കുറച്ച് വലുതാക്കി കളറ് കൊടുത്തു എന്ന് മാത്രമല്ല അതിൻ്റെ ബേസ്മെൻറ്റും കളർ കൊടുത്തു. കണ്ടോ? ഇപ്പം നോക്കിയാൽ നിങ്ങൾ, ഇത് കാണാൻ എന്തൊരു ഭംഗിയാണ് മാർക്ക് ലിസ്റ്റ്. ഇനി ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചാർട്ട് കൂടി ഇൻസർട്ട് ചെയ്യാം. അതും കൂടി എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ചാർട്ട് ഇൻസർട്ട് ചെയ്യുന്നതിന് ഇൻസർട്ടിൽ പോയിട്ട് ചാർട്ട് പറയണം. ഇതാണ് ഇൻസർട്ട്. ആ ഇൻസർട്ടിൽ പോകുമ്പോൾ അവിടെ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ ചാർട്ട്. ആ ചാർട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ചാർട്ടിൻ്റെ മോഡൽ എടുക്കുക. ആ മോഡൽ എടുക്കുക, അതെടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. ഇതിപ്പോൾ ഏത് രീതിയിലുള്ള ചാർട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതെടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മൾ അവിടെ ചാർട്ട് കൂടി വരും. നമ്മൾ ഉപയോഗിക്കുന്ന എക്സലിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസർട്ടിൽ പോയിട്ട് ഒരു ചാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ചാർട്ട് പറഞ്ഞാൽ ചാർട്ട് വരും. എന്നിട്ട് ഈ ചാർട്ടിനെ നമുക്ക് വേണമെങ്കിൽ താഴത്തേക്കൊക്കെ അത് ഇറക്കി വെക്കാം. നമ്മൾ വേർഡിൽ പണ്ട് ചെയ്ത പോലെ ഇവിടെ അതിനൊരു അലൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. ആ അലൈൻമെൻ്റ് ഒക്കെ പേജ് ലേഔട്ട് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഈ ചാർട്ടിനെ വേണമെങ്കിൽ താഴത്തേക്കോ മുകളിലേക്കോ ഒക്കെ എടുത്ത് വെക്കുകയും ചെയ്യാം. ഇതാ ഇങ്ങനെ ഉണ്ടോ? ഇതിവിടെ ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു കേട്ടോ. അത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് അവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ ചാർട്ടുമായി, ഇപ്പോൾ കുട്ടികളുടെ ഒരു ചാർട്ടും ആയി. ഇപ്പോൾ ചാർട്ടും നമ്മൾ ഇൻസർട്ട് ചെയ്തു. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള എക്സലിൽ ഒരു ഗ്രേഡ് ഉണ്ടാക്കുന്ന രീതി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വിഷയത്തിൽ സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ സേവ് ചെയ്യുക. എങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ചാൽ